പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ വൻ ട്രെയിൻ അപകടം. ചരക്ക് ട്രെയിൻ പാസഞ്ചറിലേക്ക് ഇടിച്ചുകയറി 5 പേർ മരിച്ചു. ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പാസഞ്ചർ ട്രെയിനിന്റെ 3 ബോഗികൾ പാളം തെറ്റി. നിരവധി പേർ ബോഗിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചരക്ക് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചെത്തി കാഞ്ചൻജുംഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, നമ്മൾ ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചു തുടങ്ങിയപ്പോൾ കുറച്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു വ്യാപ്തി. പക്ഷേ അത് വളരുകയാണ്. ഒരുപക്ഷെ 5 പേരുടെ മരണം എന്നൊക്കെ പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. 5 മരണം ആണെങ്കിൽ കൂടി ഇപ്പോൾ ഏതാണ്ട് 10 ആളുകൾക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റതെന്ന വിവരം ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റ് മരിച്ചു. ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റാണ് മരിച്ചതായിപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇത് അസമിലെ സിൽച്ചാറിൽ നിന്ന് കൊൽക്കത്തയ്ക്ക് സമീപം സീലത്തിലേക്ക് സഞ്ചരിച്ച ട്രെയിനായിരുന്നു. ഈ പാതയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പാതയിലൂടെയാണ് ഈ ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കുള്ള ട്രെയിൻ സഞ്ചാരം പൂർണ്ണമായി ഇപ്പോൾ നിലച്ചു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ബംഗാളിലെ അതല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഡാർജിലിംഗിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഡാർജിലിംഗിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനാണിത്. അതായത് ഇപ്പോൾ കനത്ത ചൂടായതുകൊണ്ട് ഡാർജിലിംഗിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ട്. ആ സഞ്ചാരികൾ കാര്യമായി ഉപയോഗപ്പെടുത്തുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ സഞ്ചരിച്ച ആളുകളിൽ കുറേയേറെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടോ എന്ന സംശയം റെയിൽവേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ലൈൻ ഇപ്പോൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് ഈ പാളം തെറ്റിയ 3 കോച്ചുകൾ അത് പാസഞ്ചർ ട്രെയിനിൻ്റെത് മാത്രമാണ്. ചരക്ക് തീവണ്ടിയുടെ കുറേയേറെ കോച്ചുകൾ പാളം തെറ്റിയിട്ടുണ്ട്. ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ പാളം തെറ്റിയ 3 കോച്ചുകൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ 8:30 മുതൽ ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ സ്ഥലത്തുണ്ട്. പോലീസും റെയിൽവേ ഉദ്യോഗസ്ഥരും നാട്ടുകാരും യാത്രക്കാരും എല്ലാം ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ ആദ്യം 15 എണ്ണം എത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തുണ്ട്. ഈ സംഭവ സ്ഥലത്ത് തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള മെഡിക്കൽ സംവിധാനം, ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് പ്രാഥമികമായ ശുശ്രൂഷ നൽകിയ ശേഷമാണ് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കൂടുതൽ ഡോക്ടർമാരുടെ സ്ഥലത്തെത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന് മുഖ്യമന്ത്രി മമതാ ബാനർജി നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും നമ്മൾ അടുത്ത കാലത്ത് കേട്ട വലിയ ട്രെയിൻ ദുരന്തം, നമ്മളെ ഞെട്ടിപ്പിച്ച, വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ ട്രെയിൻ ദുരന്തം ബാലസോറിലേതായിരുന്നു, ഒഡീഷയിലേതായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ട്രെയിൻ അപകടം നടക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി വലുതാണ് എന്ന വാർത്തയാണ് ആദ്യം ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ. അത്ര വലിയ അപകടമായിരിക്കില്ല എന്ന ഒരു പ്രതീക്ഷയെങ്കിലും എനിക്ക് പറയാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വ്യാപ്തിയേറെയുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ ആളുകൾ ഇപ്പോൾ 25 പേരെ അവിടെ നിന്ന് ആശുപത്രികളിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനമുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പാളം തെറ്റിയ 2 ബോഗികൾ, അതിനുള്ളിലുള്ള മുഴുവൻ ആളുകളെയും അതിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച ഒരു ധാരണയെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, മുഴുവൻ ആളുകളെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ പൂർണ്ണമായും പാളം തെറ്റിയ 2 കോച്ചുകളാണ്. ഒരു കോച്ച് ഭാഗികമായി പാളം തെറ്റുകയുണ്ടായത്. ഈ 3 കോച്ചുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അത് അവരെ പുറത്തെടുക്കുന്നത് കുറച്ച് ദുഷ്കരമായിരിക്കുമെന്ന് പ്രാദേശികമായിട്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ രക്ഷിക്കാനാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും എല്ലാം ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടുത്തിയ ആളുകളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആദ്യഘട്ടത്തിൽ 10 പേരെയായിരുന്നു മാറ്റിയത്. ഇപ്പോഴത് 25 ആയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയ ആളുകളുള്ള 5 പേരാണ് ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ മരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറ്റിയ 10-ലധികം ആളുകളുടെ ആരോഗ്യനില കുറച്ചധികം ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനിയിപ്പോൾ ഏതാണ്ട് ഈ ആളുകളെ, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പൂർണ്ണമായി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഏതാണ്ട് 1 മണിക്കൂർ സമയം കൂടി വേണ്ടിവരുമെന്ന വിലയിരുത്തലാണ് സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഡാർജിലിംഗിൽ നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥിതി കുറച്ച് ഗുരുതരമാണ് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. 2 ബോഗികളാണ് പൂർണ്ണമായും പാളം തെറ്റിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള ആളുകളെ പുറത്തേക്ക് പൂർണ്ണമായും എത്തിക്കാനുണ്ട്. 25 പേരെ ഇതുവരെ പുറത്തേക്ക് എത്തിച്ച് ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അനൂപ്, ഈ ലോക്കോ പൈലറ്റ് അടക്കം മരിച്ച 5 പേരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. മറ്റുള്ളവരുടെ വിവരങ്ങളടക്കം നൽകുന്നുണ്ടോ? ഇല്ല, പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതായത് പാസഞ്ചർ ട്രെയിനാണ്. പേരുകൾ എടുക്കുന്നതിന്
ബുക്ക് ചെയ്ത് സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. പേരുകൾ എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ അത് സംബന്ധിച്ച ഒരു ഏകോപനത്തിലേക്കൊക്കെ റെയിൽവേ കടക്കുന്നുള്ളൂ. പ്രാഥമികമായി ഇപ്പോൾ റെയിൽവേക്കും പോലീസിനും സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും എല്ലാം മുന്നിലുള്ളത് ഈ അപകടത്തിൽ പെട്ട ആളുകളെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട്. ആളുകളെ തിരിച്ചറിയാനും അതല്ലെങ്കിൽ പരിക്കേറ്റ ആളുകളെ സംബന്ധിച്ച കൂടുതൽ അവരുടെ ബന്ധുക്കൾക്ക് കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലും ആ നമ്പർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം, മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് ബംഗാളിനെയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റൂട്ടാണിത്. അങ്ങനെ റൂട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് അസമിൽ നിന്ന് ആരംഭിച്ച ഈ ട്രെയിന് അഗർത്തലയിൽ നിന്നുള്ള ആളുകൾ കൂടി അതിനെ ഉപയോഗപ്പെടുത്തി അത് ഡാർജിലിങ്ങിലൂടെ കൊൽക്കത്തയ്ക്ക് സമീപത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നേരെ തിരിച്ചും എല്ലാ ദിവസവുമുള്ള ട്രെയിനാണ്. ഇങ്ങനെ ട്രെയിൻ എന്ന് പറയുമ്പോൾ വലിയ ചൂടുള്ള കാലം, ഈ ചൂടുള്ള കാലത്ത് കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയ ആളുകൾ നമ്മൾ കേരളത്തിൽ നിന്ന് മൂന്നാറിലേക്കും വയനാട്ടിലേക്കൊക്കെ പോകുന്ന പോലെ തന്നെ ബംഗാളിലും പരിസര പ്രദേശത്തുള്ള ആളുകൾ ഡാർജിലിങ്ങിനെയാണ് ഒരു ലക്ഷ്യകേന്ദ്രമാക്കി അല്ലെങ്കിൽ ഒരു തണുപ്പൊക്കെയുള്ള അത്യാവശ്യം പോയി നിന്ന് വരാൻ കഴിയുന്ന സ്ഥലമായി കാണുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ എത്തുന്ന റൂട്ടാണിത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉണ്ടോ എന്ന ഒരു സംശയമുണ്ട്, ഉറപ്പില്ല, സംശയമുണ്ട്. അതുകൊണ്ട് ഈ പരിശോധനയെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടത്തേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്ന ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട പാത എന്നുള്ള നിലയിൽ ഈ ഭാഗത്തേക്കുള്ള സഞ്ചാരം ഇപ്പോൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ആളുകൾക്ക് പോകാനും ചരക്കുകൾ എത്തിക്കാനും ഒക്കെയുള്ള ഒരു പ്രശ്നം ഇനി 1-2 ദിവസം ഈ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഈ രക്ഷാപ്രവർത്തനം ദൗത്യസംഘം അടക്കമുള്ളവർ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? നേരത്തെ അശ്വിനി വൈഷ്ണവ് അദ്ദേഹം എക്സിൽ കുറിക്കുന്നുണ്ടായിരുന്നു, ഇത് വളരെ ദൗർഭാഗ്യകരമായ ആക്സിഡന്റ് ആണ്. മറ്റുള്ള എല്ലാ സീനിയർ ഓഫീഷ്യൽസും അവിടേക്ക് എത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ NDRFന്റെ SDRFന്റെ ഒക്കെ ദൗത്യ സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മമതാ ബാനർജി കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അനൂപ്? ജില്ലാ ഭരണകൂടമാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് സംഘം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേന അംഗങ്ങളുണ്ട്. ഒപ്പം നാട്ടുകാരും പോലീസും റെയിൽവേ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലാ പോലീസ് മേധാവി തന്നെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ SP അഭിഷേക് റോയ് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അഭിഷേക് റോയിയാണ് പറയുന്നത് 5 മരണം സംഭവിച്ചിരിക്കുന്നു, 20-25 ആളുകൾക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ സ്ഥിതി കുറച്ച് ഗുരുതരമാണ് എന്ന് ഈ അഭിഷേക് റോയ് തന്നെ പറയുന്നു. അഡീഷണൽ SP ആണ് ഡാർജിലിംഗിലെ. അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി ഈ കാര്യങ്ങൾക്കെല്ലാം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് 5 മരണം സംഭവിച്ചു, 25ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, സ്ഥിതി കുറച്ച് ഗുരുതരമാണ്, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ രക്ഷിക്കാൻ എന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ചില യാത്രക്കാർ, ഈ പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിച്ച ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് മാധു, അതുകൂടി നമുക്ക് കേൾപ്പിക്കാമെന്ന് തോന്നുന്നു. ബംഗാളിലാണ് ട്രെയിൻ അപകടം ഉണ്ടായിരിക്കുന്നത്. അനൂപ് ദാസ് ആണ് അതിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിലാണ് ട്രെയിൻ അപകടമുണ്ടായത്. ചരക്ക് ട്രെയിൻ പാസഞ്ചർ ട്രെയിനിന്റെ പിൻവശത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 5 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ എത്തിയ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്ന 5 പേർ മരിച്ചിട്ടുണ്ടെന്നാണ്. ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പാസഞ്ചർ ട്രെയിനിന്റെ 3 ബോഗികളാണ് പാളം തെറ്റിയത്. 2 ബോഗികൾ പൂർണ്ണമായും പാളം തെറ്റി, 1 ബോഗി ഭാഗികമായും പാളം തെറ്റി. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ചരക്കു തീവണ്ടിക്കാണ്. പക്ഷേ ഈ 3 ബോഗികൾ പാളം തെറ്റിയിൽ നിന്ന് 5 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും ബോഗിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏതാണ്ട് 25 പേരെ ആരോഗ്യ സംവിധാനമുള്ള ഇടങ്ങളിലേക്ക്, മെഡിക്കൽ കെയർ കിട്ടുന്ന ഇടങ്ങളിലേക്ക് എത്രയും വേഗം എത്തിച്ചിട്ടുണ്ട്. അതിൽ 7 പേരുടെ നില ഗുരുതരമാണ് എന്നുകൂടി അറിയുന്നു. ചരക്ക് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചെത്തി കഞ്ചൻജുഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് തുടരുന്നത്? അത് പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 30 പേർക്ക് പരിക്കേറ്റു എന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം വരുന്നു. അതായത്
ഓരോ നിമിഷം കഴിയുമ്പോഴും പരിക്കേറ്റ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് 2 മിനിറ്റ് മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ 25 പേർക്കായിരുന്നു പരിക്കേറ്റത്. ഇപ്പോൾ അത് 30 വർദ്ധിച്ചിട്ടുണ്ട്. സ്ഥിതി ഗുരുതരമാണ് എന്ന് ജില്ലാ പോലീസ് മേധാവിയും സഹമേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കരുതിയ പോലെയല്ല, ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള കുറച്ചുകൂടി വ്യാപ്തിയുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 5 എന്ന മരണസംഖ്യ അത് അങ്ങനെ തന്നെ ആ 5-ൽ തന്നെ നിൽക്കട്ടെ, കൂടരുതെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ 10-ലധികം ആളുകളുടെ പരിക്കേറ്റ 10-ലധികം ആളുകളുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 8:30 ഈ അപകടമുണ്ടായത്. അസമിൽ നിന്ന് ബംഗാളിലേക്ക് തിരിച്ച ട്രെയിൻ അത് രംഗ്പാണി സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയപ്പോൾ പുറകിൽ നിന്ന് സിഗ്നൽ തെറ്റിച്ചെത്തിയ ഒരു ഗുഡ്സ് ട്രെയിൻ ഈ പാസഞ്ചർ ട്രെയിനിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് ഉടനെ തന്നെ 2 കോച്ചുകൾ പൂർണ്ണമായും 1 കോച്ച് ഭാഗികമായും പാളം തെറ്റി. ഈ പാളം തെറ്റിയിട്ട് പുറത്തേക്ക് തെറിച്ചു പോയ ആളുകളെയും ഒപ്പം തന്നെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആളുകളെയും വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഈ കോച്ചുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ, അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ ആളുകളെയാണ് ഇനി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ളത്. അതിനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസുകൾ, ഡോക്ടർമാർ, ഒപ്പം പോലീസ്, നഴ്സുമാർ, ഒപ്പം ജില്ലാ ഭരണാധികാരികൾ, ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രെയിനിനിടയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമകരമായ ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.